ഹായ് വിവേഴ്സ്, വെൽക്കം ടു അമൃതാസ് വേൾഡ്. ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള പുളിങ്കറിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആഷ് ഗാർഡ് അല്ലെങ്കിൽ കുമ്പളങ്ങ ഇതുപോലെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതിന് ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതേ സമയത്ത് ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഇട്ട് കൊടുത്തു. ഇനി ഇതിന് ഇടാൻ പോകുന്നത് കാന്താരി മുളകാണ്. ഒരു 20-25 എണ്ണം മുളക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ കാന്താരി മുളകിൻ്റെ ഗുണം എല്ലാവർക്കും അറിയുന്നുണ്ടാവും. കാന്താരി മുളക് ഇല്ല എന്നാണെങ്കിൽ പച്ചമുളക് വേണമെങ്കിലും നമുക്ക് വറുത്തെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂണ് ഉഴുന്നാണ് ഇട്ട് കൊടുത്തത്. ഇനി ഇതൊന്ന് ചുവന്ന് വരുന്നത് വരെ വറുത്തെടുക്കണം. ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇവിടെ ചുവന്ന കളറായിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് കോരിയെടുക്കാം. നന്നായി തണിഞ്ഞതിന് ശേഷം ഇത് അരച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇനി ഇത് കോരിയെടുക്കാം. ഇപ്പം വറുത്തെടുത്ത മുളകും ഉഴുന്നും തണിഞ്ഞിട്ടുണ്ട്. അതുപോലെ ആവശ്യത്തിനുള്ള തേങ്ങയും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് മോര് കൂട്ടിയിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ഇപ്പം പീസസ് എല്ലാം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ച ബാറ്റർ ചേർത്ത് കൊടുക്കാം. അതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഈ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളക്കാൻ വേണ്ടി വെക്കാം. തിളച്ച് കഴിഞ്ഞു. ഇനി തീ ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടാകുമ്പോൾ 1 ടീസ്പൂണ് കടുക് ചേർത്തു. ഇത് നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പം അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷമാണ് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു ഉണക്കമുളകും പൊട്ടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തതിന് ശേഷം തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം പുളിങ്കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറി സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.